ആലുവ തുരുത്തുമ്മൽ വീരഭദ്രകാളി ക്ഷേത്ര അധികാരികളെ ഭീഷണിപ്പെടുത്തുകയും മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപ ഘോഷയാത്ര നടത്തി. വിവരങ്ങളുമായി നിഷ ദിലീപ് തത്സമയം ചേരുന്നുണ്ട്. നിഷ, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആലുവയിലുള്ള തുരുത്തുമ്മൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അമ്പലത്തിൽ വെച്ചിരുന്ന മൈക്കിന്റെ കോളാമ്പി മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്പലത്തിനടുത്ത് താമസിക്കുന്ന ചില ആളുകൾ ക്ഷേത്രം അധികാരികളെ സമീപിച്ചിരുന്നു. പിന്നീട് ഇത് മാറ്റാമെന്ന് അറിയിച്ചെങ്കിൽ പോലും ക്ഷേത്രാധികാരികളെ ഭീഷണിപ്പെടുത്തുകയും മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ഇവർ പെരുമാറിയെന്നാണ് ആരോപണമുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ വ്യാപകമാവുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ നാമജപ ഘോഷയാത്ര അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിലെ ചടങ്ങുകളും അവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ തടസ്സപ്പെടുത്താൻ ഈ ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുവെന്നാണ് പരാതി. എന്തായാലും ക്ഷേത്രം അധികാരികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അവിടെ സമീപത്ത് തന്നെയുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണമാലി സ്വദേശി എറണാകുളം കണ്ണമാലി സ്വദേശിയായ പ്രദീപ് ജേക്കബ്, ഒപ്പം തന്നെ മാറമ്പള്ളി സ്വദേശികളായ മനാഫ് ഷിയാസ് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ശ്യാം, നിഷ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അധികൃതർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലൊരു മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? എന്താണ് ഈ കലാപകാരികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? ക്ഷേത്ര സംരക്ഷണ സമിതി വരും ദിവസങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്? നിഷ, അശ്വതി, കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ക്ഷേത്രം അധികാരികൾ പോലീസിനെ സമീപിച്ചിരുന്നു. ആലുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരുവരാണിക്കുളത്തിനടുത്താണ് ഈ തുരുത്തുമ്മൽ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് ഈ അന്വേഷണം 3 പേരിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഇവർ തന്നെയാണ് അവിടെ എത്തി ക്ഷേത്രം അധികാരികളെ ഭീഷണിപ്പെടുത്തിയതും ഒപ്പം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അവിടെ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. എന്തായാലും ഈ 3 പേരും റിമാൻഡിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു പ്രശ്നം മാത്രമല്ല അവിടെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ കോളാമ്പിയിലൂടെ ക്ഷേത്രത്തിൽ പാട്ടൊക്കെ വെക്കുന്നതിനെതിരെയും ഒപ്പം ക്ഷേത്രത്തിലെ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ അതിലൊക്കെ വലിയ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടിക്ക് തയ്യാറാവുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഒപ്പം തന്നെ ഭക്തജനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതകളുമുണ്ട്. അശ്വതി, ശരി നിഷ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം.